തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്, തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഹീറ്റ് ഫ്ലോ. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഹീറ്റ് ഫ്ലോ. ഹീറ്റിൻ്റെ ഫ്ലോ ആണ് എന്തെന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ച് എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ദ കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക് ആൻഡ് വർക്ക് ഇൻ ടു ഹീറ്റ്. അതായത് ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും തിരിച്ച് വർക്കിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൺവേർഷനെ കുറിച്ചാണ് പറയുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് ഇത് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? Heat flow, the branch of physics which deals with the conversion of heat into work and the work into heat is called thermodynamics. ഇനി അടുത്തത് തെർമോഡൈനാമിക്സിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് ഇന്റേണൽ എനർജി. അതിനെ നമ്മൾ യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റേണൽ എനർജിയുടെ ടേമൊക്കെ നിങ്ങൾ എൻട്രോപ്പി, എൻതാൽപ്പി ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് all kinetic and potential energies of molecules of the system. ഒരു സിസ്റ്റത്തിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഓരോ മോളിക്യൂളിൻ്റെയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജി എടുത്തിട്ട് അതിൻ്റെ മൊത്തത്തിലുള്ള സമ്മിനെ പറയുന്ന പേരാണ് എന്ത്? ഇന്റേണൽ എനർജി. അപ്പോൾ ഇന്റേണൽ എനർജി ഈസ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ഓൾ ദ മോളിക്യൂൾസ് ഓഫ് ദി സിസ്റ്റം. തെർമോഡൈനാമിക്സ് ആണ് അതിന്റെ മീനിങ് എന്താണ്? ഹീറ്റ് ഫ്ലോ ആണ്. അതെന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ചിന്റെ പ്രത്യേകത എന്താണ്? ഹീറ്റിനെ വർക്കായിട്ട് അല്ലെങ്കിൽ വർക്കിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് തെർമോഡൈനാമിക്സ്. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിലെ മോളിക്യൂൾസിന്റെ എല്ലാം കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അടുത്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലോ പറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ് ആണ്, അത് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചാണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിന്റെ ഏത് പാർട്ടാണോ സ്റ്റഡിക്ക് വേണ്ടി എടുക്കുന്നത്, പഠിക്കാൻ വേണ്ടി എടുക്കുന്ന പോർഷനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം ഒഴികെയുള്ള ബാക്കി എല്ലാ പോർഷൻസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സറൗണ്ടിങ്സ്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു സം എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന എനർജിയുടെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റേണൽ എനർജി. അപ്പോൾ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അതായത് നമ്മളൊരു സിസ്റ്റത്തിന് സം എമൗണ്ട് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ആൻഡ് ദ അതർ പാർട്ട് ഈസ് യൂസ്ഡ് ടു ഡു സം എക്സ്റ്റേണൽ വർക്ക്. അപ്പൊ നമ്മൾ ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് എനർജിയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഒരു പോർഷൻ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനും റിമൈനിങ് പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിനും വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് എനർജിയാണ് കൊടുക്കുന്നെങ്കിൽ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് എന്താണ്? കുറച്ച് ബാക്കി പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വർക്ക് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പൊ അതായത് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സിസ്റ്റത്തിന് സപ്ലൈ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് വെച്ചിട്ട് സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഇവിടെ നമുക്കറിയാം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് പ്രഷർ വോളിയം വർക്കാണ്. അപ്പൊ ചേഞ്ച് ഇൻ വർക്ക് ഡൺ നമുക്ക് എങ്ങനെ എഴുതാം? പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. കാരണം അവിടെ വോളിയം ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ്? അതൊക്കെ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ഡെൽറ്റ ഡബ്ല്യു എങ്ങനെയാണ് പി ഡെൽറ്റ വി ആണെന്നതൊക്കെ. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം എഴുതാം. കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ വോളിയം വർക്കാണ്. അപ്പൊ ഡെൽറ്റ ഡബ്ല്യുവിനെ നമുക്ക് വേണമെങ്കിൽ പി ഡെൽറ്റ വി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയാൻ കാരണം എന്താ? ഒരു ഫോം ഓഫ് എനർജി മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ ഉണ്ടാകുന്നത്? എനർജി ഡിസ്ട്രോയ് ചെയ്യുകയോ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ്
of energy. First law പറയുന്നത് എന്താണ്? If an amount of heat is given to a system, a part of the energy is used to increase the internal energy and the remaining part is used to do some external work. ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനും റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിനും വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫോം എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പ്രഷർ വോളിയം വർക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പി ഡെൽറ്റ വി എന്ന് എഴുതാം. അപ്പൊ ഫസ്റ്റ് ലോയുടെ മറ്റൊരു ഫോം എങ്ങനെയാണ്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം. ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അടുത്തത് തെർമോഡൈനാമിക് പ്രോസസ്സസ്. തെർമോഡൈനാമിക് പ്രോസസ്സിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. 4 പ്രോസസ്സ് ഉണ്ട്. ഒന്ന് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്, അടുത്തത് ഐസോബാറിക്, ഐസോതെർമൽ, അഡിയബാറ്റിക്, 4 അല്ല 5 ഐസോകോറിക്. ക്വാസി സ്റ്റാറ്റിക്, ഐസോബാറിക്, ഐസോതെർമൽ, ഐസോകോറിക്, അഡിയബാറ്റിക്, അങ്ങനെ 5 തെർമോഡൈനാമിക് പ്രോസസ് ആണുള്ളത്. അതിൽ ആദ്യത്തത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി സ്ലോ പ്രോസസ് ആണ്. ഇത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ത്രൂ ഔട്ട് ദ പ്രോസസ്സിൽ സറൗണ്ടിങ്സുമായിട്ട് തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി സ്ലോ പ്രോസസ് ആണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ പ്രോസസ്സിലും സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഏതൊക്കെ ഇക്വിലിബ്രിയത്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലും മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കും. ഇത്രയും മാത്രം ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിനെ കുറിച്ച് ഓർത്തിരുന്നാൽ. അപ്പോൾ ഇൻഫൈനൈറ്റ്ലി സ്ലോ പ്രോസസ് ആണ്. ത്രൂ ഔട്ട് ദ പ്രോസസ് സിസ്റ്റം എന്ന് പറയുന്നത് സറൗണ്ടിങ്സ് ആയിട്ട് ഏതൊക്കെ ഇക്വിലിബ്രിയത്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലും മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കും. ഇനി അടുത്തത് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. ഐസോബാറിക് എന്ന് പറയുമ്പോൾ അവിടെ ത്രൂ ഔട്ട് ദ പ്രോസസ് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് ദ പ്രോസസ് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്. അപ്പോൾ അതിന്റെ പ്രഷർ വോളിയം ഡയഗ്രാം വരയ്ക്കുമ്പോൾ പല വോളിയത്തിനും പ്രഷർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വോളിയം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഏതിന് വരുന്നത്? ഐസോബാറിക് പ്രോസസ്സിന് വരുന്നത്. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിന്റെ കേസിന്റെ ഫസ്റ്റ് ലോ എഴുതാൻ പറഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. അപ്പോൾ ഐസോബാറിക് പ്രോസസ്സിന്റെ കേസിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് ദ പ്രോസസ് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോസസ് ആണ് ഐസോകോറിക് പ്രോസസ്. ഇതാണ് ഐസോകോറിക് പ്രോസസ്. അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? ഐസോകോറിക് പ്രോസസ്സിന്റെ പ്രത്യേകത വെച്ചാൽ ത്രൂ ഔട്ട് ദ പ്രോസസ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ പ്രോസസ് വോളിയം ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ത്രൂ ഔട്ട് ദ പ്രോസസ് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ പ്രഷർ വോളിയം ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം? പല പ്രഷറിനും വോളിയം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഐസോകോറിക് പ്രോസസ് ആണ് ത്രൂ ഔട്ട് ദ പ്രോസസ് വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാകുമോ? ഇല്ല. ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലോ എങ്ങനെ മാറും? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലയോ? അപ്പോൾ ഇവിടെ ഐസോകോറിക് പ്രോസസ് ആകുമ്പോൾ ഡെൽറ്റ വി 0 ആകും. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എന്താകും? ഡെൽറ്റ യു എന്നാകും. അപ്പോൾ എന്താണ്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു എന്നാകും. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ പ്രോസസ് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം 0. ഫസ്റ്റ് ലോ എങ്ങനെ മാറും? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു ആയിരിക്കും. ഇനി അടുത്ത പ്രോസസ് ആണ് ഐസോതെർമൽ പ്രോസസ്. നാലാമത്തെ പ്രോസസ് ആണ് ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ പ്രോസസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ പ്രഷറിനനുസരിച്ച് ഏതിന് ചേഞ്ച് വരും? വോളിയത്തിന് ചേഞ്ച് വരും. നമ്മൾ ബോയ്സ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആയിരിക്കും ബൈ ഏത് ലോ അനുസരിച്ച്? ബോയ്സ് ലോ അനുസരിച്ച്
പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആയിരിക്കും, അല്ലെങ്കിൽ പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നൊക്കെ പറയുന്ന റിലേഷൻ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള. അപ്പൊ പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ. അപ്പൊ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ നമ്മൾ പ്രഷർ വോളിയം ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രഷറും വോളിയം ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പൊ അതെന്തായിരിക്കും? ഇങ്ങനെ പ്രഷറിനനുസരിച്ച് വോളിയമിന്റെയും ഇൻവേഴ്സ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ പ്രോസസ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ത്രൂ ഔട്ട് ദ പ്രോസസ് വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്. ത്രൂ ഔട്ട് ദ പ്രോസസ് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്. അപ്പോൾ ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആയിരിക്കും. ഏത് വെച്ചിട്ട്? ബോയ്സ് ലോ വെച്ചിട്ട്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ മാത്രമല്ല ഈ ഐസോതെർമൽ പ്രോസസ്സിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് എപ്പോഴും എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. പ്രോസസ് മസ്റ്റ് ബി സ്ലോ ആയാൽ മാത്രമേ, സ്ലോ പ്രോസസ് ആണെങ്കിൽ മാത്രമേ അത് ഏതാകത്തുള്ളൂ? ഐസോതെർമൽ ആകത്തുള്ളൂ. അത് മാത്രമല്ല സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഒരു പെർഫെക്റ്റ് കണ്ടക്ടിങ് ഡയാതെർമിക് വാൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും വേണം. അപ്പൊ there should be a perfect conducting wall അല്ലെങ്കിൽ ഒരു ഡയാതെർമിക് വാൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെ തമ്മിൽ? സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് നടക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? പ്രോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്ലോ ആയിരിക്കണം. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാകണം. എന്ത് വെച്ചിട്ട്? ഒരു പെർഫെക്റ്റ് കണ്ടക്ടിങ് അല്ലെങ്കിൽ ഡയാതെർമിക് വാൾ വെച്ചിട്ടൊരു സെപ്പറേഷൻ ഉണ്ടാകണം. അതിന് എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ദ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ മെറ്റാലിക് സിലിണ്ടർ പ്ലേസ്ഡ് ഇൻ എ ലാർജ് റിസർവോയർ ഓഫ് ഫിക്സഡ് ടെമ്പറേച്ചർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐസോതെർമൽ പ്രോസസ്. എന്താണ്? The expansion of gas in a metallic cylinder placed in a large reservoir of fixed temperature. അപ്പോൾ ഒരു ലാർജ് റിസർവോയറിൽ വെച്ചേക്കുന്ന ഒരു മെറ്റാലിക് സിലിണ്ടറിലെ ഗ്യാസിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അതിനെ ഏത് ടെമ്പറേച്ചറിൽ വെക്കണം? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആയിരിക്കും? ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾ ആയിരിക്കും. അപ്പൊ എന്താ പറഞ്ഞത്? എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഇൻ എ മെറ്റാലിക് സിലിണ്ടർ പ്ലേസ്ഡ് ഇൻ എ ലാർജ് റിസർവോയർ ഓഫ് ഫിക്സഡ് ടെമ്പറേച്ചർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐസോതെർമൽ പ്രോസസ്. ഇനി മറ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് ഓഫ് ഐസ് അറ്റ് ഇറ്റ്സ് നോർമൽ മെൽറ്റിംഗ് പോയിന്റ്. അതായത് ഐസിന്റെ മെൽറ്റിംഗ് എവിടെ? അതിന്റെ നോർമൽ മെൽറ്റിംഗ് പോയിന്റിലുള്ള ഐസിന്റെ മെൽറ്റിംഗ്, വേപ്പറൈസേഷൻ ഓഫ് എ ലിക്വിഡ് അറ്റ് ഇറ്റ്സ് നോർമൽ ബോയിലിംഗ് പോയിന്റ്, അങ്ങനെയുള്ളതെല്ലാം ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഐസോതെർമൽ പ്രോസസ് നടക്കണമെങ്കിൽ പ്രോസസ് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കണം. അവിടെ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഒരു ഡയാതെർമിക് വാൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം പി വി ഈക്വൽ ടു എന്താണ്? എൻ ആർ ടി എന്നുള്ള റിലേഷൻ. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്രയാണ്? എൻ ആർ ടി. കാരണം എന്താണ്? നമ്പർ ഓഫ് മോൾസും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും ഇവിടെ കോൺസ്റ്റന്റ്. അപ്പൊ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് എന്ന് എഴുതിയേക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഐസോതെർമൽ പ്രോസസ് നടക്കുമ്പോഴുള്ള വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അടുത്ത വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു സിസ്റ്റം ഓഫ് ഗ്യാസ് എടുക്കുക. അതിനെ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുന്നു ഫ്രം ആൻ ഇനിഷ്യൽ വോളിയം V1 ടു എ ഫൈനൽ വോളിയം V2. അപ്പോൾ ഒരു ഗ്യാസിനെ നമ്മൾ ഐസോതെർമലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് V1 എന്ന് പറയുന്ന വോളിയത്തിൽ നിന്ന് V2 എന്ന് പറയുന്ന വോളിയത്തിലേക്ക്. അപ്പോൾ ഒരു സ്മോൾ ചേഞ്ച് ഇൻ വോളിയം ഒരു സ്മോൾ ചേഞ്ച് ഇൻ വോളിയമാണ് DV. അത് ചെയ്യാൻ വേണ്ടുന്ന വർക്ക് ഡൺ ആണ് DW. അപ്പോൾ DV ചേഞ്ച് ചെയ്യാൻ വേണ്ടുന്ന സ്മോൾ വർക്ക് ഡൺ DW നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ നമ്മൾ പറഞ്ഞ പ്രഷർ വോളിയം വർക്കാണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? PdV ചെയ്ത്. അപ്പോൾ V1 ടു V2 ചേഞ്ച് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ V1 ടു V2 എന്ത് ചെയ്യണം? PdV ചെയ്യണം. ഇനി നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണെന്നറിയില്ല. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് ഐസോതെർമൽ പ്രോസസ്. ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എൻ ആർ ടി. അപ്പൊ പിക്ക് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? എൻ ആർ ടി ബൈ വി എന്ന് കൊടുക്കാമല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? W ഈക്വൽ ടു ഇന്റഗ്രൽ V1 ടു V2 പിക്ക് പകരം എൻ ആർ ടി ബൈ വി ഇൻറ്റു ഡി വി. അപ്പൊ ഇവിടെ എൻ ആർ ടി എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. അപ്പൊ അതിന് ഇന്റഗ്രലിന് വെളിയിലെടുക്കുക. അപ്പൊ എൻ ആർ ടി ഇൻറ്റു ഇന്റഗ്രൽ V1 ടു V2 1 ബൈ വി ഡി വി. ഇനി 1 ബൈ വി ഡി വി എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്.
ഒന്നുകിൽ ln v എന്ന് എഴുതാം, അല്ലെങ്കിൽ log v to the base e. എക്സ്പോണൻഷ്യൽ ലോഗരിതം ആണ് അവിടെ വരുന്നത്. അപ്പോൾ റിസൾട്ട് എങ്ങനെ എഴുതാം? nRT ഇൻറ്റു log v to the base e. അപ്പോൾ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ വരും? v1 to v2. nRT ഇൻറ്റു അപ്പർ ലിമിറ്റ് അപ്ലൈ log v to the base e. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ v2 മൈനസ് log v to the base e, ലോവർ ലിമിറ്റ് വരുമല്ലോ. ഇനി log a മൈനസ് log b എന്ന് പറഞ്ഞാൽ എന്താണ്? log a ബൈ b ആണ്. അപ്പൊ log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a ബൈ b. അപ്പൊ w വാല്യൂ എങ്ങനെ എഴുതാം? nRT log to the base e b2 by b1. എക്സ്പോണൻഷ്യലിൽ നിന്നും നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ w ഈക്വൽ ടു 2.303 nRT log to the base e b2 by b1. അപ്പോൾ ഇതാണ് ഒരു ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒന്നുകൂടി എടുത്തെഴുതാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.303. പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഈ ലാസ്റ്റ് ഇക്വേഷന് വേണ്ടി 2.303 nRT log b2 by to the base e പിന്നെ വരത്തില്ല, b2 by b1. ഇത് ഏത് ലോഗരിതത്തിലോട്ടായി? നാച്ചുറൽ ലോഗരിതത്തിലോട്ടെ. അപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിംഗ് ഐസോതെർമൽ പ്രോസസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഗ്യാസിനെ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്ത് എവിടുന്ന് ഫ്രം എ വോളിയം v1 ടു എ വോളിയം v2. അപ്പോൾ സ്മാൾ ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ വർക്ക് ഡൺ എത്രയാണ്? dw അത് എത്ര വരും? p ഡെൽറ്റ v എന്ന് വരും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്താണ്? പി വി ഈക്വൽ ടു nRT ആണ്. അപ്പോൾ അതിന്റെ പ്രഷറിന് പകരം nRT ബൈ v കൊടുക്കും. എന്നും ആറും ടിയും കോൺസ്റ്റന്റ്. അതിന് ഇന്റഗ്രലിന് വെളിയിലെടുത്ത് 1 ബൈ v എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ln v എന്ന് എഴുതാം, അല്ലെങ്കിൽ log v to the base e എന്ന് എഴുതാം. അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ്. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a ബൈ b. അതിനെ എക്സ്പോണൻഷ്യലിൽ നിന്ന് നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത പ്രോസസ് ആണ് അഡിയബാറ്റിക് പ്രോസസ്. അതായത് ലാസ്റ്റ് പ്രോസസ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് അഡിയബാറ്റിക് പ്രോസസ് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഒരു ഹീറ്റ് എൻ്റർ ചെയ്യുകയോ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഹീറ്റ് ലീവ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ചേഞ്ച് ഇൻ ഹീറ്റ് ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇതാണ് ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിലെ ഏതിന്റെ ഇക്വേഷൻ? ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. കാരണം എന്താണ്? ഡ്യൂറിംഗ് ആൻ അഡിയബാറ്റിക് പ്രോസസ് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. അതായത് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എൻ്റർ ചെയ്യുകയോ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ലീവ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ 0 ആണെങ്കിൽ 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു, അല്ലെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ ഫസ്റ്റ് ലോ. അതായത് ഓരോ പ്രോസസ്സിന്റെ കേസിലെ ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും 1 വേർഡ്. ഇനി അഡിയബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകിച്ച് അവിടെ പ്രഷറോ വോളിയമോ ടെമ്പറേച്ചറോ ഒന്നും കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഏത് പ്രോസസ്സിൽ ചേഞ്ച് ചെയ്യും? അഡിയബാറ്റിക് പ്രോസസ്സിൽ ചേഞ്ച് ചെയ്യും. സാധാരണയായിട്ട് സഡൻ പ്രോസസ്സുകളാണ് ഏതായിട്ട് വരുന്നത്? അഡിയബാറ്റിക് പ്രോസസ്സായിട്ട് വരുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സഡൻ ബർസ്റ്റ് ഓഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ അല്ലെങ്കിൽ ടയർ ട്യൂബ്. അതായത് ഒരു ഇൻഫ്ലേറ്റഡ് ബലൂണിന്റെ അല്ലെങ്കിൽ ടയർ ട്യൂബ് പെട്ടെന്ന് പൊട്ടുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്? അഡിയബാറ്റിക് പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ത്രൂ എയർ എന്ന് പറയുന്നതും ഏത് പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്? അഡിയബാറ്റിക് പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. ഇനി അതേപോലെ ഒരു അഡിയബാറ്റിക് പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ, ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കേണ്ട, ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്.
ഐസോതെർമൽ പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻ. അതേപോലെ അഡബാറ്റിക് പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന 3 ഇക്വേഷൻസ് ആണുള്ളത്. അത് കാണാതെ പഠിക്കുക. അതിന്റെ ഡെറിവേഷൻ നമുക്കിപ്പം വേണ്ട. പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ ഗാമ എന്ന് പറയുന്നത് നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളത്, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ റേഷ്യോ, സി പി ബൈ സി വി റേഷ്യോ. സി പിയും സി വി എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറും, സി വി എന്ന് പറഞ്ഞാൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി റേഷ്യോ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, രണ്ടാമത്തെ ഇക്വേഷൻ ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, മൂന്നാമത്തെ ഇക്വേഷൻ പി റേസ് ടു ഗാമ വി റേസ് ടു 1 മൈനസ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ 3 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. അതിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് അഡബാറ്റിക് പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും ഓപ്ഷന് വരുന്നത്. പിന്നെ വേറെ ഇക്വേഷൻസും ഉണ്ടാവും. അപ്പോൾ അഡബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം ആണ്. അവിടെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യാം. പിന്നെ സഡൻ പ്രോസസ് ആണ്. അഡബാറ്റിക് പ്രോസസിന്റെ കേസിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അഡബാറ്റിക് പ്രോസസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, പി റേസ് ടു ഗാമ വി റേസ് ടു 1 മൈനസ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി ബി റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? ഗാമ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ് അഡബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ കൂളിംഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? നമ്മൾ പറഞ്ഞു അഡബാറ്റിക് പ്രോസസ് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സഡൻ പ്രോസസ്സാണ്. അപ്പോൾ സഡൻ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റിനെ അകത്തേക്ക് അബ്സോർബ് ചെയ്തില്ല. അപ്പോൾ സഡൻ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഹീറ്റ് അകത്തേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ അഡബാറ്റിക് എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ അവിടെ ഒരു വർക്ക് ചെയ്യണമല്ലോ. ആ വർക്ക് എന്ന് പറയുന്നത് ആരാണ് ചെയ്യുന്നത്? സോ വർക്ക് ഈസ് ഡൺ ഫോർ ദ എക്സ്പാൻഷൻ ഈസ് done using the internal energy of the system. അതായത് അഡബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഹീറ്റ് ഇൻടേക്ക് നടക്കുന്നില്ല, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നില്ല. പക്ഷെ ആ എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ ഒരു വർക്ക് വേണം. അപ്പോൾ ആ വർക്കിന് വേണ്ടുന്ന എനർജി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലെ പാർട്ടിക്കിൾസിന് ഇന്റേണൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. അതായത് അതിന്റെ ആ ഹീറ്റ് എനർജി ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു. ഇന്റേണൽ എനർജി കുറയുന്നതനുസരിച്ച് അതിന്റെ ഏതിന് വേരിയേഷൻ വരും? ടെമ്പറേച്ചർ കുറയും. അതായത് ഇന്റേണൽ എനർജി കുറയുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. അതായത് ടെമ്പറേച്ചറും ഇന്റേണൽ എനർജിയും തമ്മിൽ ഡയറക്റ്റ് റിലേഷനാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇന്റേണൽ എനർജി അനുസരിച്ച് കുറയാന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറയാന്ന് പറയുമ്പോൾ അവിടെ ഏത് എഫക്റ്റ് ഉണ്ടാവും? കൂളിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ വൺ വേർഡ് ചോദിക്കാവുന്നതാണ് അഡബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ കൂളിംഗ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ എന്താണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ? പൊതുവെ സഡൻ പ്രോസസ് അഡബാറ്റിക് എക്സ്പാൻഷൻ. അപ്പോൾ സഡൻ പ്രോസസ് നടക്കുമ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല സിസ്റ്റത്തിന്. അപ്പോൾ ആ എക്സ്പാൻഷന് വേണ്ടുന്ന വർക്ക് ആരാ ചെയ്യുന്നത്? ആ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയാണ്. അപ്പോൾ ആ ഇന്റേണൽ എനർജി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇന്റേണൽ എനർജിയിൽ ഒരു കുറവ് വരും. അപ്പോൾ ആ കുറവ് വരുന്ന ഇന്റേണൽ എനർജി മൂലം ഏത് ഡിക്രീസ് ചെയ്യും? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും? സ്വാഭാവികമായിട്ട് അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ടെമ്പറേച്ചർ ഇന്റേണൽ എനർജി ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആണ്. ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ ഇന്റേണൽ എനർജിക്ക് എന്തുണ്ടാകില്ല? ചേഞ്ച് ഉണ്ടാകില്ല. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഫസ്റ്റ് ലോ എഴുതാൻ ചോദിച്ചാൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആണ് ഏത് പ്രോസസ്സിന്റെ? ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ. അവിടെ പറയാൻ വിട്ടുപോയതാണ്. ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആണ്. ഓരോ പ്രോസസ്സിന്റെ കേസിലെയും ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ ഓർത്തിരുന്നോണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതെന്ന് പറയുന്നത് അഡബാറ്റിക് പ്രോസസ്സിന്റെ കേസിലെ ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ ഏതാണ്? ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അഡബാറ്റിക് പ്രോസസ്സിന്റെ ആണെങ്കിൽ പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, പി റേസ് ടു ഗാമ വി റേസ് ടു 1 മൈനസ് ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഐസോതെർമൽ പ്രോസസ്
ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്, അങ്ങനെ പല തെർമോഡൈനാമിക് പ്രോസസ്സുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ അതിൽ തന്നെ ക്വാസിസ്റ്റാറ്റിക് ഉണ്ട്. ക്വാസിസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഇൻഫൈനറ്റ്ലി സ്ലോ പ്രോസസ് എന്നുള്ള കാര്യം ഓർത്തിതാണ്. അല്ലാതെ ഓരോ പ്രോസസ്സുകളായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് കോൺസ്റ്റന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ലോ ഡിക്കേഷൻ ഒന്ന് കമ്പാരിസണിന് വേണ്ടി എഴുതിയേക്കുവാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജി 0 ആയിരിക്കും. ഫസ്റ്റ് ലോ ഡിക്കേഷൻ എങ്ങനെ വരും? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഐസോബാറിക് ആണെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ ഡിക്കേഷൻ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. നമ്മുടെ ഫസ്റ്റ് ലോയുടെ കറക്റ്റ് ഇക്വേഷൻ ഫുള്ള് വരുന്നത് എവിടെയാണ്? ഐസോബാറിക് പ്രോസസ്സിലാണ്. ഇനി ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം 0 ആകും. അപ്പം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി എന്തായിപ്പോൾ 0 ആയിപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ലോ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു ആണ്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ വേണമെങ്കിൽ നമുക്ക് ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്നോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്നോ എഴുതാം. അപ്പോൾ ഈ രണ്ട് ഫോമിൽ ഏത് വന്നാലും അത് ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ ഫസ്റ്റ് ലോയുടെ റെപ്രസെന്റേഷൻ. ഈ ടേബിൾ നിങ്ങൾ ഓർത്തിരുന്നോണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് എന്ന് തന്നിട്ടുണ്ട്. അത് ഓരോ പ്രോസസ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻസും അതിൽ കൊടുത്തത്. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ്. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യാം. അതിന്റെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ വഴി അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് P1 B1 T1ൽ നിന്ന് എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു? P2 V2 T2യിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പാൻഷൻ നടന്നപ്പോൾ, അങ്ങനെ ഒരു അഡിയബാറ്റിക് പ്രോസസ് നടന്നപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ. അപ്പോൾ ഒരു സ്മോൾ ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്? DW ആണ്. ചെറിയൊരു വോളിയം ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്? DW ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ DWനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ തൊട്ട് എവിടം വരെ? എവിടെ തൊട്ട് എവിടം വരെയാണ് അതിന്റെ വോളിയം ചേഞ്ച് ചെയ്ത് അവിടം വരെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്കറിയാം DW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? PdV ആണെന്നറിയാം. DW ഈസ് PdV. ഇത്രയും നമ്മൾ നേരത്തെ ഐസോതെർമൽ പ്രോസസ്സിന്റെ ഡെറിവേഷൻ ചെയ്തപ്പോഴും ചെയ്തത്. ഇനി അഡിയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് അവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാണ്? PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന് പകരം ഞാൻ K എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ അവിടെ ഐസോതെർമലിൽ Pക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ലേ, അതേപോലെ ഈ ഇക്വേഷനിൽ നിന്ന് Pക്ക് പകരം എന്തെന്ന് കൊടുക്കാം? P ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ V റേസ് ടു ഗാമ എന്ന് എഴുതാം. ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ എങ്ങനെ മാറും? W ഈക്വൽ ടു integral V1 to V2 K divided by V raised to gamma dV. Integral V1 to V2 K divided by V raised to gamma dV എന്ന് വരും. അപ്പോൾ ഇവിടെ K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യും? ഇന്റഗ്രേഷന് വെളിയിലെടുക്കാം. ഇന്റഗ്രൽ V1 to V2 V raised to 1 by V raised to gamma നമുക്ക് എങ്ങനെ എഴുതാം? V raised to minus gamma dV എന്ന് എഴുതാം. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അപ്പോൾ എക്സ് റേസ് ടു എൻ ഡി എക്സ് ആണ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പോൾ ഇവിടെ എക്സിന് പകരം വി ആണ് വന്നേക്കുന്നത്. പവറിന് പകരം എത്രയാണ്? മൈനസ് ഗാമ. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കെ ഇൻറ്റു വി റേസ് ടു എന്നിന് പകരം മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എവിടെ തൊട്ട് എവിടെ വരെ? V1 to V2. ഈ റിസൾട്ട് ഇങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ. എക്സിന് പകരം വി, എന്നിന് പകരം മൈനസ് ഗാമ. അപ്പോൾ വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ W ഈക്വൽ ടു K. ഈ ഗാമയും 1 ഒക്കെ കോൺസ്റ്റന്റ്. അപ്പോൾ അതിന് വെളിയിലെടുക്കാം. അപ്പോൾ മൈനസ് ഗാമ പ്ലസ് 1ന് പകരം നമുക്ക് വേണമെങ്കിൽ 1 മൈനസ് ഗാമ എന്ന് എഴുതാം. ഇൻറ്റു വി റേസ് ടു 1 മൈനസ് ഗാമ എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു V1 to V2. ഇനി അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ W ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ ഇൻറ്റു അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ V2 റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് V1 raised to 1 minus gamma. ഇത്രയും എഴുതിയത് മനസ്സിലായോ? എന്താ ചെയ്തത്? നമുക്ക് സ്മാൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ
ഇന്റഗ്രേറ്റ് ചെയ്തു ഡി ഡബ്ല്യുവിനെ. ഡി ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡി വി ആണ്. എവിടെ നിന്നിട്ട് എവിടെ വരെ V1 to V2. നമുക്കറിയാം പി വി റേഷ്യൂ ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. അപ്പൊ അവിടെ പിക്ക് പകരം K ഡിവൈഡ് ബൈ V റേഷ്യൂ ഗാമ എന്ന് കൊടുക്കുക. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്തു, 2 ലിമിറ്റ് കൊടുത്തു. ഇനി ഈ K ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/1 മൈനസ് ഗാമ ഇൻറ്റു K V2 raised to 1 minus gamma minus K V1 raised to 1 minus gamma. ഇത്ര എഴുതിയാൽ മനസ്സിലായോ? അപ്പോ ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസൾട്ട് കൊടുക്കണം. അതായത് നമ്മളിപ്പോ പഠിച്ചു PV raised to gamma equal to a constant അഡിയാബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്താണെന്ന് തന്നെ പറയാം, P1 V1 raised to gamma equal to P2 V2 raised to gamma equal to P3 V3 raised to gamma equal to a constant. അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ V2 ഉള്ളിടത്ത് നമുക്ക് എന്താണെന്ന് കൊടുക്കാം, P2 V2 raised to gamma എന്ന് വേണമെങ്കിൽ ആർക്ക് കൊടുക്കാം? Kക്ക് കൊടുക്കാം. ഇവിടെ Kക്ക് പകരം എന്തെന്ന് കൊടുക്കാം? P1 V1 raised to gamma എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? W equal to 1/1 minus gamma into Kക്ക് പകരം V2 ഉള്ളിടത്തായതുകൊണ്ട് P2 V2 raised to gamma. ഇനി V2ന് പകരം V2 raised to 1 minus gamma. ഇവിടെ P1 V1 raised to gamma V1 raised to 1 minus gamma. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. 1/1 minus gamma into P2 A raised to M into A raised to N, A raised to M plus N. അപ്പോൾ gamma plus 1 minus gamma. ഗാമയും ഗാമയും ക്യാൻസൽ ആയി പോകും. ബാക്കി എത്രയുണ്ട്? P2 V2 മൈനസ് ഇവിടെ അതുപോലെ തന്നെ P1 V1. ഇത് നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു NRT ആണെന്നറിയാം. അപ്പോൾ P1 V1 ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാം? NRT1 എന്നും P2 V2 ഈക്വൽ ടു NRT2 എന്നും പറയാം അല്ലയോ? അപ്പൊ P2 V2ന് പകരം എന്ത് കൊടുക്കണം? NRT2 എന്നും P1 V1ന് പകരം എന്ത് കൊടുക്കണം? NRT1 എന്നും. ഏത് വെച്ചിട്ട്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു NRT വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ W ഈക്വൽ ടു 1/1 മൈനസ് ഗാമ ഇൻറ്റു NRT2 മൈനസ് NRT1 വരും ഇല്ലയോ? ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ആയി W ഈക്വൽ ടു NR കോൺസ്റ്റന്റ്, അതിനെ വെളിയിലെടുക്കുക. NR/1 മൈനസ് ഗാമ ഇൻറ്റു T2 മൈനസ് T1. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഒരു മൈനസ് കോമൺ എടുക്കുക, ഇവിടെ ഒരു മൈനസ് കോമൺ എടുക്കുക. അപ്പോൾ ആ മൈനസൂടെ ക്യാൻസൽ ആയിപ്പോവും. അപ്പം വേണമെങ്കിൽ ഇതിനെ W ഈക്വൽ ടു NR/gamma-1 ഇൻറ്റു T1 മൈനസ് T2 എന്ന് വേണമെങ്കിൽ എഴുതാം. രണ്ടും അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV raised to gamma ഈക്വൽ ടു എ കോൺസ്റ്റന്റിൽ നിന്നും Pക്ക് പകരം K/V raised to gamma എന്ന് കൊടുത്തു. V raised to gamma ഇന്റഗ്രേറ്റ് ചെയ്യും, മൈനസ് ഗാമ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യും. എന്താ? X raised to n+1/n+1. എന്നിട്ട് K അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Kക്ക് പകരം നമ്മൾ PV raised to gamma equal to കോൺസ്റ്റന്റ് ആണെങ്കിൽ P1 V1 raised to gamma equal to കോൺസ്റ്റന്റ്, P2 V2 raised to gamma equal to കോൺസ്റ്റന്റ് എന്നും പറഞ്ഞിട്ട് Kക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ P2 V2 P1 V1 വരും. അപ്പോൾ അവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ W ഈക്വൽ ടു NR/gamma-1 ഇൻറ്റു T1 മൈനസ് T2 വരെ. ഇതാണ് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കുക. അതേപോലെ ഐസോതെർമൽ പ്രോസസ്സിന്റെയും വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫൈനൽ ഇക്വേഷൻ കാണാതെ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കാം. ഇനി അടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്ന ഒരു പ്രോസസ്സാണ് സൈക്ലിക് പ്രോസസ്സ്. ആ പേര് തന്നെ ഒരു സൈക്ലിക് പ്രോസസ്സ്. ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ആ പൊസിഷനിൽ തന്നെ എത്തുന്ന പ്രോസസ്സ്. അതായത് സിസ്റ്റം റിട്ടേൺസ് ടു ഈസ് ഇനിഷ്യൽ സ്റ്റേറ്റ്. സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിൽ തന്നെ തിരിച്ചെത്തുന്ന പ്രോസസ്സാണ് സൈക്ലിക് പ്രോസസ്സ്. അവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിനും ഫൈനൽ സ്റ്റേജിനും സെയിം തന്നെ. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി സെയിം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ എങ്ങനെ വരും? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ലോ വരും ΔQ ഈക്വൽ ടു ΔUവിന്റെ ടേം അങ്ങ് 0 ആയപ്പോൾ ΔQ ഈക്വൽ ടു ΔW ആണ് ഒരു സൈക്ലിക് പ്രോസസ്സിന്റെ
കേസിൽ ഫസ്റ്റ് ഓർഡർ ഡിക്കേഷൻ. ഈ പ്രോസസ്സ് കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്തിട്ട് വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഹീറ്റ് എൻജിൻസ്. അപ്പോൾ ഹീറ്റ് എൻജിൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എൻജിൻസ് ആർ ദ ഡിവൈസസ് യൂസ്ഡ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് എന്തെന്ന് പറയുന്നത്, ഹീറ്റ് എൻജിൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ വൺ വേർഡ് വേണമെങ്കിൽ ചോദിക്കും, ഹീറ്റ് എൻജിൻസ് അവിടെ നടക്കുന്ന കൺവേർഷൻ എന്താണെന്ന്. അപ്പോൾ അവിടെ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഒരു ഹീറ്റ് എൻജിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ഹീറ്റ് എൻജിന് പ്രധാനമായിട്ടും 4 പാർട്സ് ആണുള്ളത്: സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, സിങ്ക്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ഹോട്ട് ബോഡിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ സോഴ്സ് ഈസ് എ ഹോട്ട് റിസർവോയർ ഓഫ് വെരി ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ട് ബോഡിയാണ്, ഹാവിങ് എ വെരി ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ അതിനെ എപ്പോഴും ഒരു ഹൈ ടെമ്പറേച്ചറിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ആ ടെമ്പറേച്ചറാണ് T1. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ആ ഹീറ്റ് എൻജിന് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന ഫ്യൂവൽ. അപ്പോൾ പെട്രോൾ ഡീസൽ എൻജിൻസിലാണെങ്കിൽ അവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്യൂവൽ ആൻഡ് എയർ ആണ്. അപ്പം പെട്രോൾ ഡീസൽ എൻജിൻസിലാണെങ്കിൽ പെട്രോൾ ഫ്യൂവൽ അല്ലെങ്കിൽ ഡീസൽ ഫ്യൂവൽ ഇൻ കോമ്പിനേഷൻ വിത്ത് എയർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്യൂവൽ, വേപ്പർ ഓർ എയർ ഇൻ പെട്രോൾ ഓർ ഡീസൽ എൻജിൻസ്. എന്നാൽ സ്റ്റീം എൻജിനിലാണെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റീമാണ്. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്യൂവൽ, വേപ്പർ ആൻഡ് എയർ. എവിടെ, പെട്രോൾ ഡീസൽ എൻജിൻസിൽ. മറ്റേടത്താണെങ്കിലോ സ്റ്റീം ആയിരിക്കും വർക്കിംഗ് സബ്സ്റ്റൻസ്. പിന്നെ ഇതിനായിട്ടൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്. സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കോൾഡ് ബോഡിയാണ്, ഹാവിങ് ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2ഉം ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആയിരിക്കും. അപ്പോൾ ഒരു ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അതിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹോട്ട് റിസർവോയർ ആണ്, എപ്പോഴും ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആണ് T1. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മിക്സ്ചർ ഓഫ് ഫ്യൂവൽ, വേപ്പർ ആൻഡ് എയർ ഇൻ ദ കേസ് ഓഫ് പെട്രോൾ ഡീസൽ എൻജിൻസ് ആൻഡ് സ്റ്റീം ഇൻ ദ കേസ് ഓഫ് സ്റ്റീം എൻജിൻ. പിന്നെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് റിസർവോയർ ആണ്, അതിന് എപ്പോഴും T2 ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്, അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഹോട്ട് റിസർവോയറിൽ നിന്നും Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂവൽ, വേപ്പറിൻ്റെയും എയറിൻ്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ സ്റ്റീം എന്ന് പറയുന്ന വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെയും ഹോട്ട് റിസർവോയറിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, സം യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ റിമൈനിങ് പാർട്ട് വർക്ക് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് പോകും, കോൾഡ് റിസർവോയറിലേക്ക് പോകും. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് നമ്മൾ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് ഹോട്ട് റിസർവോയറിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു W എമൗണ്ട് ഓഫ് യൂസ്ഫുൾ വർക്ക് ചെയ്തിട്ട് റിമൈനിങ് പോർഷൻ Q2 എമൗണ്ട് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് കൊടുക്കും, കോൾഡ് റിസർവോയറിലേക്ക് കൊടുക്കും. അപ്പോൾ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഒരു പോർഷൻ വർക്ക് ചെയ്യും, റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് Q2 എവിടോട്ട് പോകും, കോൾഡ് റിസർവോയറിലേക്ക് പോകും. അപ്പോൾ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം, Q1 മൈനസ് Q2 ആണെന്ന് പറയാം. അപ്പോൾ ഒരു ഹീറ്റ് എൻജിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് തന്നിട്ട് ഏതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുക. അല്ലെങ്കിൽ ഈ ഓരോ ബോക്സിലെയും സംഭവങ്ങൾ തരത്തില്ല, ആ ബോക്സ് കറക്റ്റ് രീതിയിൽ ഫില്ല് ചെയ്ത് ഓരോ ലെറ്റേഴ്സ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ഹീറ്റ് എൻജിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എപ്പോഴും വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ടാണ്. വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ യൂസ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ W ആണ്. ഇൻപുട്ടിൽ നമ്മൾ കൊടുത്ത ഹീറ്റ് എത്രയാണ്, Q1. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 മൈനസ് Q2. അപ്പോൾ Q1 മൈനസ് Q2 ബൈ Q1. ഇതിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിട്ട് 1 മൈനസ് Q2 ബൈ Q1 കിട്ടുക. അതാണ് ഒരു ഹീറ്റ് എൻജിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഹീറ്റ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. ഇനി ഈ Q2 0 ആവുകയാണെങ്കിൽ ഈ ടേം അങ്ങ് 0, അപ്പോൾ ഈ എന്താവും, 1 ആവും. അതിൻ്റെ മീനിങ് എന്താണ്, 100% എഫിഷ്യൻസി. ഒരിക്കലും നമുക്ക് 100% എഫിഷ്യൻസി ഉള്ള എൻജിൻസ് എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ അല്ല.
ഐഡിയൽ കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ 100% എഫിഷ്യൻസി. അതായത് നമ്മൾ കൊടുക്കുന്നത് Q2 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്ന കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഏതിൻ്റെ മീനിങ്, 100% എഫിഷ്യൻസിയുടെ മീനിങ്. ഒരിക്കലും അങ്ങനെ 100% എഫിഷ്യൻസി ഉള്ള ഹീറ്റ് എൻജിൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ എന്ത് വരും, കോൾഡ് റിസർവോയറിലേക്ക് എനർജി എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഹീറ്റ് എൻജിൻസിന്റെ ടൈപ്സ് ആണ്. 2 ടൈപ്പ് ഹീറ്റ് എൻജിൻസ് ഉണ്ട്. എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻസും ഉണ്ട്, ഇന്റേണൽ കമ്പഷൻ എൻജിൻസും ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബേണിംഗ് ഓഫ് ഫ്യൂവൽ ഔട്ട്സൈഡ് ദ സിലിണ്ടർ. അതായത് സിലിണ്ടറിന് വെളിയിലായിട്ടാണ് എന്ത് നടക്കുന്നത്, ഫ്യൂവലിന്റെ ബേണിംഗ് നടക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻസ്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റീം എൻജിൻ. അപ്പൊ ഇന്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ബേണിംഗ് ഓഫ് ഫ്യൂവൽ ഇൻസൈഡ് ദ സിലിണ്ടർ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ കമ്പഷൻ എൻജിൻസ്. എക്സാമ്പിൾ പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ് ഇന്റേണൽ കമ്പഷൻ എൻജിൻസിന് എക്സാമ്പിൾ. അപ്പോൾ ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അതിന്റെ പാർട്സ് എന്ന് പറയുന്നത് സോഴ്സ്, വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, സിങ്ക്. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ട് റിസർവോയർ ആണ്, മെയിൻറ്റെയിനിങ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, ഇറ്റ് ഹാവിംഗ് എ ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്യൂവൽ, വേപ്പർ ആൻഡ് എയർ. ഇനി ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് ഉണ്ട്. സിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കോൾഡ് റിസർവോയർ ആണ്, അതിനും ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് പറഞ്ഞാൽ സം എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് കുറച്ച് യൂസ്ഫുൾ വർക്കും ബാക്കി റിമൈനിങ് എങ്ങോട്ടേക്ക് കൊടുക്കും, കോൾഡ് റിസർവോയറിലേക്കും കൊടുക്കും. അപ്പോൾ അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഔട്ട്പുട്ട് ബൈ ഹീറ്റ് ഇൻപുട്ട്. വർക്ക് ഔട്ട്പുട്ട് ഇതിന് ഇക്വേഷൻ Q1 - Q2/Q1 അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ 1 - Q2/Q1. 100% എഫിഷ്യൻസി ഒരിക്കലും പോസിബിൾ അല്ല. 100% കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, Q1 കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരിക്കലും പോസിബിൾ അല്ല. 2 തരത്തിലുള്ള ഹീറ്റ് എൻജിൻസ് ഉണ്ട്, എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻസും ഇന്റേണൽ കമ്പഷൻ എൻജിൻസും. എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ് ഓഫ് ഫ്യൂവൽ ഔട്ട്സൈഡ് ദ സിലിണ്ടർ ആണെങ്കിൽ എക്സ്റ്റേണൽ, ബേണിംഗ് ഓഫ് ഫ്യൂവൽ ഇൻസൈഡ് ദ സിലിണ്ടർ ആണെങ്കിൽ ഇന്റേണൽ. ഇന്റേണൽ എക്സാമ്പിൾ ആണ് പെട്രോൾ, ഡീസൽ എൻജിൻ. എക്സ്റ്റേണൽ എക്സാമ്പിൾ ആണ് സ്റ്റീം എൻജിൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്നത്.